ഇപ്പോൾ 60-70 വയസ്സായ രക്ഷിതാക്കൾ, അവരുടെ മക്കൾ 30-35 വയസ്സായ മക്കൾ, സ്വന്തനും അച്ഛനും അമ്മയ്ക്കും സൗന്ദര്യം പോരാ, മക്കളെ നോക്കാൻ പ്രാപ്തരല്ല. ആ കാലഘട്ടങ്ങളിൽ 60 വർഷം മുന്നേ ഇന്ത്യയുടെ അവസ്ഥ ദാരിദ്ര്യം വിട്ടുമാറാത്ത ഒരു കാലമായിരുന്നു. പാടത്തും പറമ്പിലും വെയിൽ കൊണ്ട് വിശർത്ത് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ആ മക്കൾ വലുതായി സ്വന്തം രക്ഷിതാക്കളെ സംരക്ഷിക്കും എന്നുള്ള ഒരു ചിന്താഗതിയിൽ മാത്രം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് വയറ് മുറുക്കി കൊടുത്ത് ജീവിച്ചൊരു സമൂഹം നമ്മളെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലും ഉണ്ട്. അവരുടെ മക്കൾക്കിന്ന് അച്ഛനമ്മമാർ സൗന്ദര്യം പോരാ, അച്ഛനമ്മമാർക്ക് വിദ്യാഭ്യാസം പോരാ, അച്ഛനമ്മമാർക്ക് ഇംഗ്ലീഷ് ഹിന്ദിയും പറയാൻ പറ്റുന്നില്ല, അവരുടെ വസ്ത്രവിധാനം നന്നല്ല, ഒപ്പം കൊണ്ടു നടക്കാൻ പറ്റില്ല, ഞങ്ങളെ മക്കളെ നോക്കാൻ അവർ പ്രാപ്തരല്ല, അവരൊപ്പം വളർത്തിയാൽ അവർ തെറ്റായ രീതിയിലാണ് മുന്നോട്ട് പോവുക. ഈ ചിന്താഗതിയുള്ള മക്കൾ ഒരുപാടുണ്ട്. എൻ്റെ മക്കൾക്കും അതുമാതിരിയുള്ള ചിന്താഗതി തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോളെ, കേന്ദ്രവും കേരളവും സംയുക്തമായിട്ട് ഒരു ട്രോൾ ഫ്രീ നമ്പർ ഇറക്കിയിട്ടുണ്ട്. ഈ പ്രായത്തിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ. വിളിച്ചാൽ വിളിപ്പുറത്ത് വരും. മക്കളല്ല, മക്കളെ മക്കൾ നോക്കും, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇത് എല്ലാ മക്കളും ഒന്ന് സേവ് ചെയ്ത് വെക്കണം, എല്ലാ രക്ഷിതാക്കളും ഒന്ന് സേവ് ചെയ്ത് വെക്കണം. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു നമ്പറാണിത്. 14567. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന എൽഡർ ലൈൻ എന്ന പദ്ധതിയാണിത്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്ത് സഹായത്തിനും ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം. പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ലെങ്കിലോ, മക്കൾ സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലോ, വീടുകളിൽ നിന്ന് ഉപദ്രവം നേരിടേണ്ടി വന്നാലോ നിങ്ങൾക്ക് ധൈര്യമായി ഇതിലേക്ക് വിളിക്കാം. എന്തിന്? യാത്രകളിൽ വഴിതെറ്റിയാലോ, അല്ലെങ്കിൽ തനിച്ചായി പോയപ്പോൾ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരുമില്ലെങ്കിലോ. 14567 ഒരു സുഹൃത്തിനെ പോലെ കൂടെയുണ്ടാകും. രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് ഈ സേവനം. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിഹാരം കാണാനും ഇവർ സഹായിക്കും. ഇതൊരു സൗജന്യ സേവനമാണ്. 14567. ഈ നമ്പർ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുടെ ഫോണിൽ സേവ് ചെയ്യൂ. ഈ നല്ല അറിവ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ.